ഇന്ന് രാവിലെ അടിയന്തരമായി കെ സുധാകരൻ എംപിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിച്ചു. അപ്പോൾ ഡൽഹി പോയിട്ട് ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല നിർദ്ദേശത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ണൂരിൽ മത്സരിക്കാത്ത പാർട്ടി ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണെന്നും തനിക്ക് ചില ഉറപ്പുകൾ തന്നിട്ടുണ്ടെന്നും അത് എപ്പോൾ പ്രാവർത്തികമാകുമെന്ന് അറിയില്ലെന്നും രാഹുൽ ഗാന്ധി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട സുധാകരൻ എം പി വ്യക്തമാക്കി. താൻ പാർട്ടിക്ക് വിധേയനാണ്, ഒരാവശ്യവും മുൻപോട്ട് വെച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ കെ സുധാകരൻ ഡൽഹിയിൽ പറഞ്ഞു. നമുക്ക് ആദ്യം ആ പ്രതികരണങ്ങളൊന്ന് കാണാം. മുഖ്യമന്ത്രി ചർച്ച വലിയൊരു ചർച്ചയാണ്. ഒരു സീനിയർ നേതാവെന്ന നിലയിൽ അങ്ങ് ആരുടെയെങ്കിലും പേര് മുന്നോട്ട് വെക്കുകയോ ആ തരത്തിൽ എന്തെങ്കിലും ചർച്ചകൾ? ഞാൻ ഒന്ന് രണ്ടാളെ പേരുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, ഇനി അത് ആവർത്തിക്കണം. ഇന്നത്തെ ചർച്ചയിൽ ആ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ അർഹതപ്പെട്ട ഒരു സീനിയർ പൊളിറ്റീഷ്യൻ, കോൺഗ്രസിന്റെ പൊളിറ്റീഷ്യൻ, ഒരു സീനിയർ നേതാവ്, അതിലൊരാളെ ചൂണ്ടിക്കാട്ടി എന്നേ ഉള്ളൂ. ഞാൻ ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരവിന്ദ്, ഇന്ന് യഥാർത്ഥത്തിൽ ഈ മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് ചോദിച്ചത് കൊണ്ട് സുധാകരൻ പറഞ്ഞതാണ്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാരുമായി സംസാരിക്കുമ്പോഴൊന്നും അദ്ദേഹം കേരളത്തിൽ ആരും മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച തീർത്തും സൗഹൃദപരമായിരുന്നു എന്നതാണ് കെ സുധാകരൻ വ്യക്തമാക്കിയത്. മറ്റ് കാര്യങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും സ്ഥാനങ്ങളെക്കുറിച്ചോ പാർട്ടി ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടത്തിയിട്ടില്ല എന്നതാണ് കെ സുധാകരൻ വ്യക്തമാക്കിയത്. അതേസമയം മാധ്യമങ്ങൾ ചോദിച്ചു, നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ആര് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അത് രമേശ് ചെന്നിത്തല വരണമെന്ന് കെ സുധാകരൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ആ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് കെ സുധാകരൻ ഇന്ന് ഒരിക്കൽ കൂടി ഡൽഹിയിൽ അറിയിച്ചത്. നമുക്കറിയാം, നേരത്തെ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ അതിർത്തിയിൽ കെ സുധാകരൻ ഉണ്ടായിരുന്നു. അന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമായെല്ലാം കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തിയിരുന്നെങ്കിലും അന്നൊന്നും അവരുമായി കാണാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹം ഉടൻ തന്നെ കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തുകയും ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷേ കെ സുധാകരൻ വ്യക്തമാക്കുന്നത് ചില ഉറപ്പുകൾ തനിക്ക് പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ അത് എപ്പോൾ പ്രാവർത്തികമാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അത് പ്രാവർത്തികമായില്ലെങ്കിലും തനിക്ക് സന്തോഷം തന്നെയാണ്, യാതൊരുവിധ ദുഃഖവും തനിക്കില്ല എന്നതാണ് കെ സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തെ KPCCയുടെ ഇത്തരത്തിൽ പ്രസിഡന്റ് എന്ന താൽക്കാലിക ചുമതല നൽകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും ആ കുടുംബത്തോടൊപ്പമാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. നേരത്തെ ഈ സീറ്റ് ചർച്ചയിൽ കെ സുധാകരൻ ഉണ്ടായ ഒരു അതിർത്തി അത് പരിഹരിക്കുക കൂടിയാണ് കോൺഗ്രസ് ഈ കൂടിക്കാഴ്ചയിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുന്ന തന്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പാർട്ടി ജയിച്ചു വരുമ്പോൾ ഹൈക്കമാൻഡാണ് ഇതിൽ തീരുമാനമെടുക്കുക എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് നേതാക്കൾ കൃത്യമായി രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നു. മുതിർന്ന നേതാവാണ്, ആ പദവിയിലേക്ക് ഏറ്റവും കൂടുതൽ അർഹനായ നേതാവ് രമേശ് ചെന്നിത്തല എന്നത് കെ സുധാകരൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ്. അതേസമയം മറ്റ് സ്ഥാനങ്ങൾ, തനിക്ക് എന്തെങ്കിലും സ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ കെ സുധാകരൻ മുന്നോട്ട് വച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.